ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA ഹിസ്റ്ററിയുടെ 6th സെമസ്റ്ററിൻ്റെ ഒരു പേപ്പറാണ് മെത്തഡോളജി ഓഫ് ലോക്കൽ ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ് എന്നുള്ളത്. അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലൈഫ് സ്റ്റോറി. ഒരു വ്യക്തിയുടെ ജീവിതകഥ പറയുന്ന ഒരു വ്യക്തിഗത ആഖ്യാനമാണ് ഇത് ജീവിതകഥ അഥവാ ലൈഫ് സ്റ്റോറി എന്ന് പറയുന്നത്. കാലാനുസൃതമായി ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുകയും അവരുടെ ലോകവീക്ഷണത്തെ രൂപപ്പെടുത്തുകയും ചെയ്ത സുപ്രധാന സംഭവങ്ങൾ, അനുഭവങ്ങൾ, നാഴികക്കല്ലുകൾ എന്നിവയുടെ സമഗ്രമായിട്ടുള്ള ഒരു വിവരണമാണ് ഇത് ലൈഫ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു വ്യക്തിയുടെ കുടുംബ പശ്ചാത്തലം, ബാല്യകാലത്തുള്ള അനുഭവങ്ങൾ, വിദ്യാഭ്യാസപരവും തൊഴിൽപരവുമായ നേട്ടങ്ങൾ, ബന്ധങ്ങൾ, വ്യക്തിഗത പോരാട്ടങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പോലുള്ള നിരവധി വിവരങ്ങൾ ഈ ജീവിതകഥയിൽ ഉണ്ട്. അപ്പോൾ ഒരു വ്യക്തിയുടെ മൂല്യങ്ങൾ, വിശ്വാസങ്ങൾ, സാംസ്കാരിക സ്വത്വം എന്നിവയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകളും ഇതിലുണ്ടാവാം. അപ്പോൾ ഒരു ജീവിതകഥ എഴുതുന്നത് ഒരാളുടെ ജീവിതയാത്രയെക്കുറിച്ച് പ്രതിഫലിപ്പിക്കുന്നതിനും സ്വയം ആഴത്തിൽ മനസ്സിലാക്കുന്നതിനുമുള്ള വിലയേറിയ മാർഗമാണ്. അപ്പോൾ ഭാവി തലമുറകൾക്കായി ഒരാളുടെ വ്യക്തിഗത പൈതൃകം സംരക്ഷിക്കുന്നതിനുള്ള ഒരു മാർഗമായും ഇത് പ്രവർത്തിക്കുന്നുണ്ട്. എഴുതിയ ആത്മകഥകൾ മുതൽ വാക്കാലുള്ള ചരിത്രങ്ങൾ അല്ലെങ്കിൽ റെക്കോർഡുകൾ ചെയ്ത അഭിമുഖങ്ങൾ വരെ ജീവിതകഥകൾ പല രൂപങ്ങളെടുക്കുന്നുണ്ട്. അവ കുടുംബാംഗങ്ങളുമായോ സുഹൃത്തുക്കളുമായോ വിശാലമായ പൊതുജനങ്ങളുമായോ പങ്കിടാൻ കഴിയും. ഇത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്കും അനുഭവങ്ങളിലേക്കും ഒരു ജാലകം തുറക്കുകയാണ് ചെയ്യുന്നത്. മൊത്തത്തിൽ ഭൂതകാലത്തെക്കുറിച്ച് പ്രതിഫലിപ്പിക്കുന്നതിനും വർത്തമാനകാലത്തെ മനസ്സിലാക്കുന്നതിനും ഭാവി രൂപപ്പെടുത്തുന്നതിനുമുള്ള ശക്തമായിട്ടുള്ള ഒരു ഉപകരണമാണ് ഒരു ജീവിതകഥ എന്ന് പറഞ്ഞാൽ. കൂടാതെ മറ്റുള്ളവർക്ക് പ്രചോദനത്തിൻ്റെയും ഉൾക്കാഴ്ചയുടെയും വിലയേറിയ ഉറവിടം നൽകാൻ ഈ ഒരു ജീവിതകഥയ്ക്ക് കഴിയും. ഇനി എന്താണ് മിത്സ് എന്ന് പറഞ്ഞാൽ? ഒരു സംസ്കാരത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ വിശ്വാസങ്ങൾ, മൂല്യങ്ങൾ, ആചാരങ്ങൾ എന്നിവ വിശദീകരിക്കുന്ന പരമ്പരാഗത കഥകളോ അല്ലെങ്കിൽ പ്രമാണങ്ങളോ ആണ് എന്തു പറയുന്നത്? ഐതിഹ്യങ്ങൾ എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം അല്ലെങ്കിൽ ഋതുക്കളുടെ മാറ്റം പോലുള്ള പ്രകൃതി പ്രതിഭാസങ്ങൾ വിശദീകരിക്കുന്നതിനോ അല്ലെങ്കിൽ മനുഷ്യൻ്റെ പെരുമാറ്റത്തിന് ധാർമ്മിക പാഠങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകുന്നതിനോ അവ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ മിത്തുകൾ, സൃഷ്ടിമിത്തുകൾ, വീരമിത്തുകൾ, മതപരമായ മിത്തുകൾ എന്നിവ ഉൾപ്പെടെ പല രൂപങ്ങളിലുണ്ട്. മാത്രമല്ല ലോകമെമ്പാടുമുള്ള സംസ്കാരങ്ങളിൽ നമുക്കിത് കാണാൻ പറ്റും. അവയിൽ പലപ്പോഴും ദൈവങ്ങൾ, ദേവതകൾ, രാക്ഷസന്മാർ തുടങ്ങിയ അമാനുഷിക ജീവികൾ കടന്നു വരാറുണ്ട്. കൂടാതെ മാന്ത്രികതയുടെയും ഫാൻറ്റസിയുടെയും ഘടകങ്ങൾ ഉൾക്കൊള്ളാറുണ്ട്. ഐതിഹ്യങ്ങൾ ഒരു സംസ്കാരത്തിനുള്ളിൽ നിരവധി പ്രധാന പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ജനതയുടെ പങ്കിട്ട ചരിത്രത്തെയും മൂല്യങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നത് കൊണ്ട് അവയ്ക്ക് സ്വത്വബോധവും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിയും നൽകാൻ കഴിയും. ലോകത്തിന് ക്രമവും അർത്ഥവും നൽകിക്കൊണ്ട് അജ്ഞാതമോ വിശദീകരിക്കാനാവാത്തതോ വിശദീകരിക്കാൻ കഴിയാത്തതോ ആയിട്ടുള്ള കാര്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വിശദീകരണങ്ങളിലേക്ക് എത്താൻ സാധിക്കും. കൂടാതെ പുരാണങ്ങൾക്ക് ദൈനംദിന ജീവിതത്തിന് മാർഗനിർദ്ദേശവും ജ്ഞാനവും നൽകാനും ധാർമ്മിക പാഠങ്ങളും മനുഷ്യ സ്വഭാവത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകളും നൽകാനും സാധിക്കും. കെട്ടുകഥകൾ പലപ്പോഴും തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് വാമൊഴിയായി കൈമാറുന്നതാണ്. മാത്രമല്ല അവ പുതിയ സന്ദർഭങ്ങൾക്കും പ്രേക്ഷകർക്കും പൊരുത്തപ്പെടാൻ കാലക്രമേണ മാറ്റങ്ങൾ വന്നേക്കാം. പെയിൻറ്റിങ്, ശില്പം, സാഹിത്യം തുടങ്ങിയ കലകളിലൂടെയും അവ പ്രകടിപ്പിക്കാൻ കഴിയും. മൊത്തത്തിൽ ഐതിഹ്യങ്ങൾ മനുഷ്യ സംസ്കാരത്തിൻ്റെ സമ്പത്തും പ്രധാനപ്പെട്ടതുമായ ഒരു ഭാഗമാണ്. ഇത് നമ്മുടെ ചരിത്രം, വിശ്വാസങ്ങൾ, മൂല്യങ്ങൾ എന്നിവയെക്കുറിച്ച് ഒരു ഉൾക്കാഴ്ച നൽകാൻ സാധിക്കുന്നു. വരും തലമുറകൾക്ക് പ്രചോദനത്തിൻ്റെയും മാർഗനിർദ്ദേശത്തിൻ്റെയും ഉറവിടമായിട്ടത് മാറുകയും ചെയ്യുന്നു. എന്താണ് എത്നോ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ? നരവംശാസ്ത്രത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും രീതികളും കാഴ്ചപ്പാടുകളും സംയോജിപ്പിച്ച് കാലക്രമേണ സംസ്കാരങ്ങളും സമൂഹവും തമ്മിലുള്ള ഇടപെടലുകൾ പഠിക്കുന്ന ചരിത്ര ഗവേഷണത്തിൻ്റെ ഒരു ശാഖയാണ് എത്നോ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ. ഒരു പ്രത്യേക ഗ്രൂപ്പിൻ്റെയോ സമൂഹത്തിൻ്റെയോ ചരിത്രവും സാംസ്കാരികവുമായ സന്ദർഭവും കാലക്രമേണ അത് എങ്ങനെ പരിണമിച്ചു എന്നതും മനസ്സിലാക്കുന്നതിന് ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. ആർക്കൈവൽ ഗവേഷണം, എത്നോഗ്രാഫിക് ഫീൽഡ് വർക്ക്, വാക്കാലുള്ള പാരമ്പര്യങ്ങളുടെയും മറ്റ് സാംസ്കാരിക ആവിഷ്കാരങ്ങളുടെയും വിശകലനം എന്നിവയുൾപ്പെടെ വിവിധ സംസ്കാരങ്ങളുടെയും സമൂഹങ്ങളുടെയും ചരിത്രങ്ങൾ പുനർനിർമ്മിക്കാൻ എത്നോ ഹിസ്റ്റോറിയന്മാർ വിവിധ രീതികൾ ഉപയോഗിക്കുന്നുണ്ട്. അധികാരവും വിശ്വാസങ്ങളും അധികാരവും സംസ്കാരവും കൂടിച്ചേരുന്ന രീതികളിലും സാംസ്കാരിക ആചാരങ്ങളും വിശ്വാസങ്ങളും ചരിത്രപരവും രാഷ്ട്രീയവുമായിട്ടുള്ള ഘടകങ്ങൾ കൊണ്ട് എങ്ങനെ രൂപപ്പെടുന്നു എന്നും അവർ
ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഔദ്യോഗിക ചരിത്രരേഖകളിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയോ തെറ്റായി ചിത്രീകരിക്കപ്പെടുകയോ ചെയ്ത തദ്ദേശീയ ജനതയുടെ മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ട ഗ്രൂപ്പുകളുടെയും അനുഭവങ്ങൾ മനസ്സിലാക്കുന്നതിന് എത്നോ ഹിസ്റ്ററി പ്രത്യേകിച്ചും പ്രധാനമാണ്. ചരിത്രപരവും നരവംശപരവുമായിട്ടുള്ള രീതികൾ സംയോജിപ്പിക്കുന്നതിലൂടെ നരവംശാസ്ത്രജ്ഞർക്ക് ഭൂതകാലത്തെക്കുറിച്ച് കൂടുതൽ സൂക്ഷ്മവും സാംസ്കാരികവുമായി അതുപോലെ സെൻസിറ്റീവുമായ ധാരണകൾ നൽകാൻ സാധിക്കും. മൊത്തത്തിൽ വിവിധ സംസ്കാരങ്ങളും സമൂഹവും തമ്മിലുള്ള സങ്കീർണവും ചലനാത്മകവുമായ ബന്ധങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള മൂല്യവത്തായിട്ടുള്ള ഉപകരണമാണ് എത്നോ ഹിസ്റ്ററി. കൂടാതെ ചരിത്രപരവും സാംസ്കാരികവുമായ ഘടകങ്ങൾ സമകാലിക പ്രശ്നങ്ങളെയും വെല്ലുവിളികളെയും എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നതിനെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച നൽകുന്നു ഈയൊരു എത്നോ ഹിസ്റ്ററി. ഇനി ഓറൽ ട്രഡീഷൻസ് ആണ്. വാക്കാലുള്ള പാരമ്പര്യങ്ങൾ സംസാര ഭാഷയിലൂടെയും കഥ പറച്ചിലൂടെയും സാംസ്കാരിക അറിവും സമ്പ്രദായവും കൈമാറുന്നതിനെ സൂചിപ്പിക്കുന്നുണ്ട്. ലോകമെമ്പാടുമുള്ള പല സംസ്കാരങ്ങളുടെയും ഒരു പ്രധാന ഭാഗമാണിത്. അതിൽ ഐതിഹ്യങ്ങൾ, നാടോടിക്കഥകൾ, പഴഞ്ചൊല്ലുകൾ, പാട്ടുകൾ, വാക്കാലുള്ള മറ്റ് ആവിഷ്കാരങ്ങളെയൊക്കെ അടങ്ങിയിട്ടുണ്ട്. വാക്കാലുള്ള പാരമ്പര്യങ്ങൾ പലപ്പോഴും ഒരു സംസ്കാരത്തിൻ്റെ ചരിത്രവും മൂല്യങ്ങളും സംരക്ഷിക്കാനും പ്രധാനപ്പെട്ട അറിവും ജ്ഞാനവും തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറാനും ഉപയോഗിക്കുന്നുണ്ട്. പങ്കിട്ട അനുഭവങ്ങളിലൂടെയും സാംസ്കാരിക ആവിഷ്കാരത്തിലൂടെയും ആളുകളെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിലൂടെ വിനോദത്തിനും കമ്മ്യൂണിറ്റി കെട്ടിപ്പിടിക്കുന്നതിനുമുള്ള ഒരു മാർഗമായിട്ടും അവ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ വാക്കാലുള്ള പാരമ്പര്യങ്ങൾ പല രൂപങ്ങളെടുക്കുന്നുണ്ട്. വ്യത്യസ്ത സംസ്കാരങ്ങളും കമ്മ്യൂണിറ്റികളും തമ്മിൽ വ്യാപകമായി വ്യത്യാസപ്പെടാം. ചില സംസ്കാരങ്ങളിൽ ഉദാഹരണത്തിന് കഥ പറച്ചിൽ ഔപചാരികവും വളരെ മൂല്യവത്തായമായുള്ള ഒരു കലാരൂപമാണ്. മറ്റുള്ളവയിൽ ഇത് കൂടുതൽ അനൗപചാരികവും ദൈനംദിനവുമായ പരിശീലനമായിരിക്കാം. സാംസ്കാരിക മൂല്യങ്ങളും ജ്ഞാനവും അറിയിക്കാൻ പഴഞ്ചൊല്ലുകളും മറ്റും ഉപയോഗിക്കുന്നതിന് ചില സംസ്കാരങ്ങൾ വലിയ ഊന്നൽ നൽകുന്നുണ്ട്. അപ്പോൾ വാക്കാലുള്ള പാരമ്പര്യങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങളായി സാംസ്കാരിക അറിവ് സംരക്ഷിക്കുന്നതിനുള്ള ഒരു സുപ്രധാന മാർഗമാണെങ്കിലും അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ലോകത്ത് അറിവ് സംരക്ഷിക്കുന്നതിനും കൈമാറുന്നതിനും വെല്ലുവിളികൾ ഉയർത്താൻ അവയ്ക്ക് കഴിയുന്നുണ്ട്. വാക്കാലുള്ള പാരമ്പര്യങ്ങൾ അവയുടെ തുടർച്ചയായ നിലനിൽപ്പ് ഉറപ്പാക്കുന്നതിനായി രേഖപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും പരമ്പരാഗത ജീവിത രീതികൾ സാമൂഹികവും സാമ്പത്തികവും പാരിസ്ഥിതികവുമായിട്ടുള്ള മാറ്റങ്ങളാൽ ഭീഷണി നേരിടുന്ന ഒരു സമയമാണ്. മൊത്തത്തിൽ വാക്കാലുള്ള പാരമ്പര്യങ്ങൾ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. മാത്രമല്ല ലോകമെമ്പാടുമുള്ള മനുഷ്യ സംസ്കാരത്തിൻ്റെ സമ്പന്നവും വൈവിധ്യപൂർണവുമായ ആവിഷ്കാരങ്ങളിലേക്ക് ഒരു ജാലകം തുറന്നു നൽകുകയും ചെയ്യുന്നു. ഇനി വരുന്നത് ആർക്കിവൽ സോഴ്സസ് ആണ്. ആർക്കൈവുകൾ, ലൈബ്രറികൾ, മ്യൂസിയങ്ങൾ, മറ്റ് ശേഖരങ്ങൾ എന്നിവയിൽ സംരക്ഷിക്കപ്പെടുകയും സൂക്ഷിക്കുകയും ചെയ്ത ചരിത്രപരമായ രേഖകൾ, റെക്കോർഡുകൾ, മറ്റു വസ്തുക്കൾ എന്നിവയാണ് ആർക്കൈവൽ ഉറവിടങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആളുകൾ, സംഭവങ്ങൾ, സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക പ്രവണതകൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടെ ഭൂതകാലത്തെക്കുറിച്ച് വിലപ്പെട്ട ഉൾക്കാഴ്ച നൽകാൻ ഇവയ്ക്ക് സാധിക്കുന്നുണ്ട്. ആർക്കൈവൽ സ്രോതസ്സുകൾക്ക് പല രൂപങ്ങളുണ്ട്. വ്യക്തിഗത പേപ്പറുകളും കത്തിടപാടുകളും സർക്കാർ സ്ഥാപന രേഖകൾ, ഫോട്ടോഗ്രാഫുകളും വിഷ്വൽ മെറ്റീരിയലുകളും ഓഡിയോ വിഷ്വൽ റെക്കോർഡിങ്ങുകളും ഇതൊക്കെ ആർക്കൈവൽ സോഴ്സുകളാണ്. ഇനി രണ്ടാമത്തെ സെക്ഷനിലേക്ക് വരുമ്പോൾ പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. എക്സ്പ്ലെയിൻ മൈക്രോ ഹിസ്റ്ററി വിത്ത് ആൻ എംഫസിസ് ഓൺ ദ വർക്ക് ചീസ് ആൻഡ് വേംസ് ബൈ ദ കാർലോ ഗിൻസ്ബർഗ്. വിശാലമായ ചരിത്ര പ്രക്രിയകളെയും പ്രമേയങ്ങളെയും കുറിച്ചുള്ള ഉൾക്കാഴ്ച നേടുന്നതിനായി ചെറുകിട പ്രാദേശിക അതുപോലെ നാമമാത്രമായ സംഭവങ്ങളുടെയോ വ്യക്തികളുടെയോ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ചരിത്ര ഗവേഷണത്തിൻ്റെ ഒരു ശാഖയാണ് മൈക്രോ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ. ഭൂതകാലത്തിൻ്റെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ സന്ദർഭങ്ങൾ പര്യവേഷണം ചെയ്യുന്നതിനും ഈ സന്ദർഭങ്ങളിൽ ചരിത്രപരമായ അഭിനേതാക്കൾ ചർച്ച ചെയ്യുകയും ഇടപഴകുകയും ചെയ്ത രീതികൾ പരിശോധിക്കുന്നതിനും മൈക്രോ ഹിസ്റ്റോറിയന്മാർ വിശദമായും നിർദ്ദിഷ്ടവുമായിട്ടുള്ള ഒരു പഠനം നടത്താറുണ്ട്. അപ്പോൾ കാർലോ ഗിൻസ്ബർഗിൻ്റെ ദി ചീസ് ആൻഡ് ദി വോംസ്, ദി കോസ്മോസ് ഓഫ് 16ാം നൂറ്റാണ്ടിലെ മില്ലർ, ദ കോസ്മോസ് ഓഫ് ദി മില്ലർ ഓഫ് 16th century എന്ന ഒരു മൈക്രോ ഹിസ്റ്റോറിക്കൽ പഠനത്തിന് ഒരു ഉദാഹരണമാണ്. 16ാം നൂറ്റാണ്ടിൽ വടക്കൻ ഇറ്റലിയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ താമസിച്ചിരുന്ന മൊനാച്ചിയോ എന്ന മില്ലുകാരൻ്റെ ജീവിതമാണ് ഈ ഒരു പുസ്തകം പരിശോധിക്കുന്നത്. മൊനാച്ചിയോയുടെ വിചാരണ രേഖയുടെ വിശകലനത്തിലൂടെ ഗിൻസ്ബർഗ് തൻ്റെ ലോകവീക്ഷണവും വിശ്വാസങ്ങളും പുനർനിർമ്മിക്കുകയും അദ്ദേഹം ജീവിച്ച സാമൂഹികവും സാംസ്കാരികവുമായ പശ്ചാത്തലത്തെ പരിവേഷണം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മൊനാച്ചിയോയെ കത്തോലിക്ക സഭ മതനിഷേധം ആരോപിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വിചാരണ
ധാരണ രേഖകൾ ജനപ്രിയവും നാടോടിയുമായ പാരമ്പര്യങ്ങളുടെ ഒരു ശ്രേണിയെ അടിസ്ഥാനമാക്കിയുള്ള സങ്കീർണവും സമഗ്രവുമായ ഒരു കൂട്ടം വിശ്വാസങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം സഭയുടെ അധികാരത്തെ നിരാകരിക്കുന്നു. പകരം പ്രകൃതി ലോകത്തിൻ്റെ എല്ലാ വശങ്ങളിലും വ്യാപരിച്ചിരിക്കുന്ന ഒരു ശക്തിയായിട്ട് അദ്ദേഹം ദൈവത്തെ കാണുന്നുണ്ട്. ഒന്നിലധികം ലോകങ്ങളുടെയും മാനങ്ങളുടെയും അസ്തിത്വത്തിൽ അദ്ദേഹം വിശ്വസിക്കുകയും ഒരൊറ്റ ഏകീകൃത സത്യം എന്ന ആശയം അവർ നിരസിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ 16-ാം നൂറ്റാണ്ടിലെ ഇറ്റലിയുടെ വിശാലമായ സാമൂഹികവും സാംസ്കാരികവും ആയിട്ടുള്ള പശ്ചാത്തലവും ജനപ്രിയവും ആയിട്ടുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും ഔദ്യോഗിക മതപരവും രാഷ്ട്രീയവുമായ ഘടനയുമായിട്ട് ഇടപഴകുന്ന രീതികളും പര്യവേഷണം ചെയ്യാനുള്ള ഒരു മാർഗമായി ജീൻസ്ബർഗ് മനാച്ചിയുടെ ഈ ഒരു കേസിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അക്കാലത്ത് ഇറ്റലിയിലെ കർഷകർക്കും തൊഴിലാളി വർഗ്ഗക്കാർക്കിടയിലും നിലനിന്നിരുന്ന വിയോജിപ്പിൻ്റെയും സംശയത്തിൻ്റെയും വിശാലമായ ഒരു സംസ്കാരത്തെയാണ് അദ്ദേഹം ചിത്രീകരിക്കുന്നത്. പ്രൊട്ടസ്റ്റന്റ് നവീകരണം, ആധുനിക ശാസ്ത്രത്തിൻ്റെ ഉയർച്ച തുടങ്ങിയ വിശാലമായ ചരിത്ര സംഭവ വികാസങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ ഈ ഒരു വിയോജിപ്പിൻ്റെ സംസ്കാരം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മൊത്തത്തിൽ ചരിത്രപരമായ മാറ്റത്തിൻ്റെ സങ്കീർണവും പലപ്പോഴും തർക്കിക്കപ്പെടുന്നതുമായ പ്രക്രിയയെക്കുറിച്ച് മൈക്രോ ഹിസ്റ്ററിക്ക് എങ്ങനെ വിലപ്പെട്ട ഉൾക്കാഴ്ചകൾ നൽകാൻ കഴിയുമെന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ചീസ് ആൻഡ് ദി വോംസ്. പരമ്പരാഗത ചരിത്ര ആഖ്യാനങ്ങളിൽ നിന്ന് പരാമർശിക്കപ്പെടുകയോ ഒഴിവാക്കപ്പെടുകയോ ചെയ്ത വ്യക്തികളുടെയും ഗ്രൂപ്പുകളുടെയും അനുഭവങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ മൈക്രോ ഹിസ്റ്റോറിയന്മാർക്ക് ഭൂതകാലത്തെക്കുറിച്ച് കൂടുതൽ സൂക്ഷ്മവും സങ്കീർണവുമായ ധാരണകൾ നൽകാൻ കഴിയുന്നുണ്ട്. ഇനി വരുന്നത് എക്സ്പ്ലെയിൻ ഹിസ്റ്റോറിക്കൽ ഫാക്ട്സ് എന്നുള്ള ഭാഗമാണ്. ഭൂതകാലത്ത് സംഭവിച്ച സംഭവങ്ങൾ, ആളുകൾ അല്ലെങ്കിൽ മറ്റ് പ്രതിഭാസങ്ങൾ എന്നിവ വിവരിക്കുന്ന വിവരങ്ങളുടെ കഷ്ണങ്ങളെയാണ് ചരിത്ര വസ്തുതകൾ എന്ന് പറയുന്നത്. അവ സാധാരണയായി രേഖകൾ, അതുപോലെ തന്നെ കരകൗശല വസ്തുക്കൾ, ദൃക്സാക്ഷി വിവരണങ്ങൾ തുടങ്ങിയ പ്രാഥമിക സ്രോതസ്സുകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. മാത്രമല്ല അവ വസ്തുനിഷ്ഠവും പരിശോധിക്കാവുന്നതുമാണെന്ന് കണക്കാക്കപ്പെടുന്നുണ്ട്. തീയതികൾ, പേരുകൾ, സ്ഥലങ്ങൾ, മുൻകാല സംഭവങ്ങളെക്കുറിച്ചുള്ള മറ്റ് വിശദാംശങ്ങൾ എന്നിവ ഉൾപ്പെടെ ചരിത്ര വസ്തുക്കൾക്ക് പല രൂപങ്ങൾ എടുക്കാൻ പറ്റും. ഉദാഹരണത്തിന് 1776 ജൂലൈ 4 യുണൈറ്റഡ് സ്റ്റേറ്റ് ഗ്രേറ്റ് ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു എന്നത് പരക്കെ അംഗീകരിക്കപ്പെടുകയും അത് എല്ലാവരും അറിയുന്ന ഒരു വസ്തുതയാണ്. എന്നിരുന്നാലും ചരിത്രപരമായ വസ്തുക്കൾ എല്ലായ്പ്പോഴും നേരായതോ എതിർക്കപ്പെടാത്തതോ അല്ല എന്നത് ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. വ്യത്യസ്ത സ്രോതസ്സുകൾ ഒരേ സംഭവത്തെക്കുറിച്ച് പരസ്പര വിരുദ്ധമായ വിവരങ്ങൾ നൽകിയേക്കാം. ചരിത്രകാരൻ്റെയോ ഗവേഷകൻ്റെയോ കാഴ്ചപ്പാടിനെയും പക്ഷപാതത്തെയും ആശ്രയിച്ച് ചരിത്ര വസ്തുക്കളുടെ വ്യാഖ്യാനവും വ്യത്യസ്തമായേക്കാം. കൂടാതെ ചരിത്രപരമായ വസ്തുതകളെ സാംസ്കാരികവും സാമൂഹികവും രാഷ്ട്രീയവുമായ ഘടകങ്ങൾ സ്വാധീനിക്കുകയും അവ സൃഷ്ടിച്ച സമൂഹങ്ങളുടെ മുൻഗണനകളും മൂല്യങ്ങളും പ്രതിഫലിപ്പിക്കുകയും ചെയ്തേക്കാം. ഉദാഹരണത്തിന് നിലവിലുള്ള സാമൂഹിക മാനദണ്ഡങ്ങളെയും അധികാര ചലനാത്മകതയും ആശ്രയിച്ച് മറ്റുള്ളവരുടെ സംഭാവനകളെ അവഗണിക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ ചരിത്രരേഖ ചില ഗ്രൂപ്പുകളുടെ സംഭാവനകൾക്ക് അമിതമായ പ്രാധാന്യം നൽകിയേക്കാം. ഈ സങ്കീർണതകൾക്കിടയിലും ഭൂതകാലത്തെ മനസ്സിലാക്കുന്നതിനും വർത്തമാനകാലത്തെക്കുറിച്ചുള്ള അവരുടെ ധാരണ രൂപപ്പെടുത്തുന്നതിനും ചരിത്രപരമായ വസ്തുതകൾ ഒരു നിർണായക ഉപകരണമാണ്. ചരിത്രപരമായ സംഭവങ്ങളും പ്രവണതകളും വിശകലനം ചെയ്യുന്നതിനുള്ള ഒരു ചട്ടക്കൂട് അവ നൽകുന്നുണ്ട്. കൂടാതെ പാറ്റേണുകൾ തിരിച്ചറിയാനും വ്യത്യസ്ത കാലഘട്ടങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ വരയ്ക്കാനും നമ്മെ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ ചരിത്ര ഗവേഷണത്തിൻ്റെയും പാണ്ഡിത്യത്തിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ചും നമുക്ക് ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചുമുള്ള നമ്മുടെ കൂട്ടായ ധാരണ രൂപപ്പെടുത്തുന്നതിൽ ചരിത്രം വഹിച്ചിരിക്കുന്ന പങ്കിനെക്കുറിച്ചും അവ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇനി ബാക്കി ഭാഗം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.